today we are going to discuss on lac operon. So what is an operon? So in E. coli or in prokaryotes, we can see a set of genes which containing structural genes and its controlling elements. So that cluster of genes are known as operon. അതായത് പ്രോകാരിയോട്സിൽ അതിൻ്റെ സ്ട്രക്ചറൽ ജീൻസും അതിൻ്റെ കൺട്രോളിങ് എലമെൻസും അടങ്ങിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഓഫ് DNA ഉണ്ട്. അതിനാണ് നമ്മൾ ഓപ്പറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ലാക് ഓപ്പറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് 3 structural genes and its controlling elements. എന്താണ് 3 structural genes? കഴിഞ്ഞാൽ കാണാൻ പറ്റും ZYA. These are the structural genes and ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ കാണാം IPO, that is repressor, promoter and operator. So repressor, promoter, operator ഇവ മൂന്നിനും നമ്മൾ കൺട്രോളിങ് എലമെന്റ്സ് എന്നാണ് പറയാം. അപ്പോൾ ഈ YZA എന്ന് പറയുന്ന ലാക്ടോസ് മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിൻ്റെ പ്രൊഡക്ഷന് വേണ്ട ജീൻസാണ് YZA. അപ്പോൾ ഈ ജീൻസിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ് എവിടെയുള്ളത്? ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് IPO. അപ്പോൾ IPO എന്ന് പറയുന്ന കൺട്രോളിങ് എലമെൻസും ZYA എന്ന് പറയുന്ന സ്ട്രക്ചറൽ ജീൻസും അടങ്ങിയിട്ടുള്ള ഓപ്പറോൺ ആണ് ലാക് ഓപ്പറോൺ. ക്ലിയർ ആയോ? ഓക്കെ. So the lactose or lac operon of E. coli is a cluster of 3 structural genes encoding proteins involved in lactose metabolism and the site on the DNA involved in the regulation of operon. So റെഗുലേഷനും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ജീൻസും, 2 ജീൻസും, റെഗുലേറ്ററി ജീൻസും സ്ട്രക്ചറൽ ജീൻസും അടങ്ങിയിട്ടുള്ളതാണ് ഓപ്പറോൺ, ലാക് ഓപ്പറോൺ എന്ന് പറയുന്നത്. Many protein coding genes in bacteria are clustered together in operons which serves as a transcriptional unit that are coordinately regulated. സോ ആ 3 ജീൻസിനെ ഒരുമിച്ച് നമുക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ജേക്കബ് ആൻഡ് മൊണാർഡ് in 1961 proposed operon model for regulation of transcription. So operon model proposed 3 elements: a set of structural genes, the gene encoding the proteins to be regulated, an operator site which the DNA sequences that regulate the transcription of the structural genes, regulator gene which encodes the proteins that recognize the operator sequence. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ I എന്ന് പറയുന്നതാണ് നമ്മുടെ റെപ്രസർ ജീൻ. ഈ റെപ്രസർ ജീൻ എന്ന് പറയുന്നത് ജീനാണ്. ഫസ്റ്റത്തെ ലൈൻ പറയുന്നത് DNA ആണ്. ആ DNA യിൽ നിന്നും ഇപ്പോൾ I ആണെങ്കിൽ DNA യിൽ നിന്നും ഒരു mRNA ഉണ്ടാവുന്നു, mRNA യിൽ നിന്നും ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നു. ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും? റെപ്രസർ പ്രോട്ടീൻ എന്നാണ് പറയുക ഈ പ്രോട്ടീന്. അപ്പോൾ I എന്ന് പറയുന്ന എലമെൻറ്റിൽ നിന്നും ഉണ്ടാവുന്ന പ്രോട്ടീൻ ഈസ് എ റെപ്രസർ പ്രോട്ടീൻ. അത് റെപ്രസർ പ്രോട്ടീൻ ക്യാൻ ബൈൻഡ് വിത്ത് ദ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊമോട്ടർ റീജിയൻ കണ്ടോ? ആ യെല്ലോ കളറിൽ ആ പ്രൊമോട്ടർ റീജിയനിൽ ആരെ ബൈൻഡ് ചെയ്യുക? RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യും. RNA പോളിമറൈസ് ബൈൻഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് സൈഡിലേക്ക് അത് മൂവ് ചെയ്യണം DNA കൂടെ. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? നമ്മുടെ പ്രോട്ടീൻസ് ഉണ്ടാവുക, ZYA പ്രോട്ടീൻസ്. പക്ഷേ ഈ പറയുന്ന അതിൻ്റെ മൂവ് ചെയ്യുന്ന സ്ഥലത്താണ് ഓപ്പറേറ്റർ അല്ലേ? പ്രൊമോട്ടറിൻ്റെ ഉള്ള RNA പോളിമറൈസിന് ഓപ്പറേറ്ററിനെ മറികടന്നിട്ട് വേണം സെഡിലും വൈയിലും മേലും എത്താൻ. പക്ഷേ അവിടെ എത്താൻ പറ്റില്ല ഇഫ് ദ റെപ്രസർ ഈസ് ബ്ലോക്കിംഗ് ഇറ്റ്. അപ്പോൾ റെപ്രസർ പ്രോട്ടീൻ അവിടെ ഓപ്പറേറ്ററിൽ കയറി ബൈൻഡ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാണ്? ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ RNA പോളിമറൈസിന് ട്രാൻസ്ക്രിപ്ഷൻ നടത്താനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ വിൽ ബി ബ്ലോക്ക്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷനെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. One of the most studied operon in E. coli is lac operon. So this code 4 key enzymes involved, that is in lactose metabolism. ആ 3 എൻസൈം ഏതൊക്കെയാണ്? ലാക്ടോസ് പെർമിയേസ്, ബീറ്റ ഗാലറ്റോക്സിഡേസ് ആൻഡ് തയോഗാലക്ടോസ് ട്രാൻസ്അസിറ്റേസ്. ദീസ് ആർ ദ 3 different. അപ്പോൾ ഫസ്റ്റ് എൻസൈം ഇസ് ഗാലക്ടോസിഡേസ് പെർമിയേസ്. സോ ഹിയർ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ എൻസൈംസ്. ഈ ഫിഗർ കാണുന്നുണ്ടല്ലോ അല്ലേ? സെഡിൽ അതുപോലെ തന്നെ ബീറ്റ ഗാലറ്റോക്സിഡേസ് എൻസൈം, Y is for പെർമിയേസ്, പിന്നെ A for ട്രാൻസ്അസിറ്റേസ്. ഇപ്പോൾ ഓരോ എൻസൈമിൻ്റെ ഫംഗ്ഷനാണ് പറയുന്നത്. അപ്പോൾ ഗാലക്ടോസിഡേസ് പെർമിയേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാക്ടോസ് പെർമിയേസ് എന്നും പറയും. ട്രാൻസ്പോർട്ട് ലാക്ടോസ് ഇൻ ടു ദ സെൽ അക്രോസ് ദ സെൽ മെംബ്രെയിൻ. അതായത് മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ ആ ലാക്ടോസിനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ആളാണ് ഏത്? പെർമിയേസ് എൻസൈം. ഓക്കെ, ഇനി ബീറ്റ ഗാലറ്റോക്സിഡേസ്, ദറ്റ് ഈസ് ഇവിടെ നിന്ന് ഫസ്റ്റ് എൻസൈം കണ്ടോ, ബീറ്റ ഗാലറ്റോക്സിഡേസ് എൻസൈം. ആ എൻസൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളൈസ് ലാക്ടോസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ലാക്ടോസിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യും? ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട്
ക്ലീവ് ചെയ്യും. ആ എൻസൈമാണ് ഗാലക്ടോക്സിഡേസ് എൻസൈം. അടുത്തത് തയോ ഗാലക്ടോസ് ട്രാൻസിസ്റ്റേലേസ്, അതായത് ഈ ഉണ്ടാവുന്ന ബീറ്റ ഗാലക്ടോക്സൈഡിനെ, അതായത് നമ്മളുടെ ഗാലക്ടോസിനെ നമുക്ക് ടോക്സിക് സബ്സ്റ്റൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു അസ്റ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മുടെ തയോ ഗാലക്ടോക്സിഡേസ് ട്രാൻസസിറ്റൈലേസിൻ്റെ ഫംഗ്ഷൻ. അതായത് ഒരു അസറ്റൈൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് 3 എൻസൈമിൻ്റെയും ഫംഗ്ഷൻ. ഇനി സ്ട്രക്ചർ ഓഫ് ദ ലാക് ഓപ്രോൺ. സോ ഹിയർ ദ ലാക് ഓപ്രോൺ, ദറ്റ് ഈസ് ക്യാപ്സൈറ്റ്. ഇതാണ് നമുക്ക് ലാക് ഓപ്രോണിനെ കൺട്രോൾ ചെയ്യാനായിട്ട് 2 രീതിയുണ്ട്. ഓക്കെ, ആ 2 രീതിയും നമ്മളിവിടെ പറയും. ഓക്കെ, ഫസ്റ്റ് ഈസ് ഇൻഡക്ഷൻ മെത്തേഡ്, ദറ്റ് ഈസ് ഇൻഡ്യൂസേഴ്സ് ഓഫ് ദ ലാക് ഓപ്രോൺസ് എഫക്റ്റ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് ലാക്ടോസ് ഈസ് പ്രസൻറ്റ് ഇൻ ദ മീഡിയം, ലാക്ടോസ് മീഡിയത്തിൽ പ്രസൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ, നമുക്ക് ലാക് ഓപ്രോൺ മൂവ് ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ ലാക് ഓപ്രോൺ നടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ലാക്ടോസ് ആബ്സെൻ്റ് ആണ് മീഡിയത്തിലെങ്കിൽ നമുക്ക് ലാക് ഓപ്രോൺ എന്ത് ചെയ്യണ്ട, അത് നടക്കണ്ട. അതിൻ്റെ അർത്ഥം ലാക് ഓപ്രോൺ നമുക്ക് സ്ട്രക്ചറൽ ജീൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഏറ്റവും എനർജി ലോ ആയിട്ട് വരുന്ന രീതിയിലാണ് പ്രവർത്തിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ മീഡിയത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും സിമ്പിൾ ഷുഗർ എന്താ, ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസിനെ ആണ് ഓർഗാനിസം എടുക്കുക, ലാക്ടോസിനെ എടുക്കില്ല. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ് ആണ് സിമ്പിൾ ഷുഗർ, അപ്പോൾ ഗ്ലൂക്കോസിനെ എടുക്കും. ഇനി നമ്മുടെ മീഡിയത്തിൽ ഗ്ലൂക്കോസ് തീർന്നു പോയി, അപ്പോൾ നമുക്ക് ബാക്കി എന്താ ഉള്ളത്, ലാക്ടോസ് ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ലാക്ടോസിനെ എടുക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഗ്ലൂക്കോസ് ഒന്നുമില്ല, സിമ്പിൾ ഷുഗേഴ്സ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് ഈ ഡൈസാക്രൈഡ് ലാക്ടോസിനെ എടുത്തിട്ട് വേണം എന്ത് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനത്തെ അവസ്ഥയിൽ മാത്രമേ ലാക് ഓപ്രോൺ വർക്ക് ചെയ്യേണ്ടതുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻ പറയാണ്. വെദർ ഗ്ലൂക്കോസ് ഇസ് പ്രസൻറ്റ് അതായത് ലാക്ടോസ് പ്രസൻ്റ് ആയിരിക്കുന്ന സമയം ലാക്ടോസ് യൂട്ടിലൈസ് ചെയ്യപ്പെടണം, ഗ്ലൂക്കോസ് ഒന്നുമില്ല എങ്കിൽ. ഇനി അതല്ല, സിമ്പിൾ ഷുഗറായ ഗ്ലൂക്കോസ് അവൈലബിൾ ആണ്, അപ്പോൾ ഗ്ലൂക്കോസ് ആയിരിക്കും ആദ്യം എടുക്കുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും നോക്കുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷനാണ് ഈ ഫിഗറിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കണേ നോക്കൂ, ഡാർക്ക് ഗ്രീൻ കളറിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് റെഗുലേറ്ററി ജീൻ. റെഗുലേറ്ററി ജീൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ mRNA ഉണ്ടാക്കും, അതിനുശേഷം ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും. അപ്പോൾ റെഗുലേറ്ററി ജീൻ ഉണ്ടാക്കുന്ന ആ പ്രോട്ടീനാണ് റെപ്രസർ. ആ റെപ്രസറിനെ എവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ റെഗുലേറ്ററി ജീനുണ്ട്, അപ്പുറത്ത് പ്രൊമോട്ടർ ജീനുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഓപ്പറേറ്ററുണ്ട്. അപ്പോൾ ഈ റെപ്രസർ വന്നിട്ട് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലോക്കിംഗ് പോലെയാണ് അല്ലേ, ബൈൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ RNA പോളിമറൈസ് ആണ് എന്ത് ചെയ്യുക, ഈ ജീനിൽ കൂടെ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുക അല്ലേ. ട്രാൻസ്ക്രിപ്ഷൻ മീൻസ് DNA-യിൽ നിന്നും ഒരു mRNA ഉണ്ടാക്കുന്നു, പിന്നീട് mRNA-യിൽ നിന്നും എന്തുണ്ടാക്കും, ട്രാൻസ്ലേഷൻ കഴിയുമ്പോൾ നമുക്കൊരു പ്രോട്ടീൻ കിട്ടും അല്ലേ. അപ്പോൾ ഈ സ്ട്രക്ചറൽ ജീൻ 1, 2, 3 അതായത് ZYA അതിൻ്റെ പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു RNA പോളിമറൈസ് ഈ സെൻറ്ററിലുള്ള പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യണം, എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം, ഏത് സ്ട്രക്ചറൽ ജീൻസ് കൂടെ, എന്നാലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ റെപ്രസർ അവിടെ ബ്ലോക്ക് ചെയ്തു, ഓപ്പറേറ്റർ ഇസ് ബ്ലോക്ക്ഡ് വിത്ത് റെപ്രസർ. സോ ദിസ് RNA പോളിമറൈസ് കനോട്ട് മൂവ് ത്രൂ അല്ലേ, മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ വിൽ ബി സ്റ്റോപ്ഡ്, അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, ഇപ്പം നമ്മുടെ മീഡിയത്തിൽ നമുക്ക് ഗ്ലൂക്കോസ് ആണുള്ളത്, ലാക്ടോസ് അല്ല. അപ്പോൾ ഗ്ലൂക്കോസ് ആണ് എടുക്കേണ്ടത്. ഗ്ലൂക്കോസ് എടുക്കേണ്ട സമയത്ത് നമുക്ക് ഈ ഓപ്രോൺ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സെല്ല് വെറുതെ എനർജി യൂസ് ചെയ്തിട്ട് ലാക് സെഡും ലാക് വൈയും ലാക് എയും ഒന്നും ഉണ്ടാക്കേണ്ട, കാരണം ഗ്ലൂക്കോസ് ആണുള്ളത് മീഡിയത്തിൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ലാക്ടോസ് ഈസ് ആബ്സെൻറ്റ് ഇൻ ദ മീഡിയ. സോ വാട്ട് ഹാപ്പൻഡ്, ദിസ് ലാക് ഓപ്രോൺ വിൽ ബി സ്റ്റോപ്ഡ് or inhibited. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, if lactose is not present in the medium, lactose is absent in the medium, then this regulatory gene will produce a repressor, and the repressor will go and bind with the operator, and it will block the transcription of the RNA polymerase. Okay, so there will be no lac Z, lac Y, and lac A. ഓക്കെ, സോ അവിടെ എന്തുണ്ടാവില്ല, സ്ട്രക്ചറൽ ജീൻസ് ഒന്നും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുകയില്ല. ഇറ്റ് വിൽ ബി ടെർമിനേറ്റഡ്. ക്ലിയർ. ഇനി ഇപ്പോഴത്തെ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ
എന്താണ്, നമുക്ക് മീഡിയത്തിൽ ലാക്ടോസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓർഗാനിസം അത് എടുത്തേ പറ്റൂ, എനർജി സോഴ്സ് ആയിട്ട്. സോ എന്ത് ചെയ്യും, അപ്പോഴും ഈ റെഗുലേറ്ററി ജീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് റെപ്രസർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ റെഗുലേറ്ററി ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ റെപ്രസറിന്, ആ റെപ്രസറിലേക്ക് allolactose will bind. എന്തായി allolactose? ഓക്കെ, സോ allolactose which is the form of lactose which is present in the medium. അപ്പോൾ ആ allolactose എന്ത് ചെയ്യും, മീഡിയത്തിലുള്ള allolactose it will enter into the cell and that allolactose will come and bind with the repressor. അപ്പോൾ റെപ്രസർ എന്തായി, ഇനാക്ടിവേറ്റഡ് ആയി. കണ്ടോ, റെപ്രസർ ഇവിടെ ഇനാക്ടിവേറ്റഡ് ആയി. അപ്പോൾ ദിസ് ഇനാക്ടിവേറ്റഡ് റെപ്രസർ കനോട്ട് ബൈൻഡ് വിത്ത് ദ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ബൈൻഡ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ ബൈൻഡ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം allolactose ഒന്ന് ബൈൻഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ദിസ് allolactose has a structural similarity with lactose, so it will come and bind with the repressor and this repressor will become inactive. അപ്പോൾ repressor cannot bind with the operator. അപ്പോൾ ഓപ്പറേറ്റർ ഫ്രീ ആണ്, ഓക്കെ, പ്രൊമോട്ടറും ഫ്രീ ആണ്. അപ്പോൾ എന്തുണ്ടാവും, നമ്മുടെ RNA polymerase will come and bind with the promoter and it will move towards the structural genes 1, 2, 3 അല്ലേ. അങ്ങനെ അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടത്തും, സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടത്തും, അതുപോലെ തന്നെ ട്രാൻസ്ലേഷനും നടത്തും. ക്ലിയർ? അങ്ങനെ നമുക്ക് സ്ട്രക്ചറൽ ജീൻസ് കിട്ടും. ക്ലിയർ ആയോ? അതുതന്നെയാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെപ്രസർ എപ്പോഴാണോ മീഡിയത്തിൽ ലാക്ടോസ് ഇല്ലാത്തത്, ആ സമയത്ത് റെപ്രസർ ആക്റ്റീവ് റെപ്രസറാണ്, അത് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുകയും RNA പോളിമറേസിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വെറുതെ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഈ കൊളൈ സെൽസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെറ്റോ വൈയും എയും ഒന്നും സിന്തസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ട്രക്ചറൽ ജീൻസ് അല്ലേ, ലാക്ടോസ് ആബ്സെൻ്റ് ഇൻ ദ മീഡിയം. പക്ഷേ എപ്പോഴാണോ ഗ്ലൂക്കോസൊക്കെ തീർന്നു പോയി, ഇനി ലാക്ടോസ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്, ലാക്ടോസ് എടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യണം, നമുക്ക് ലാക്കോപ്രോൺ വർക്ക് ചെയ്യിക്കണം. അപ്പോൾ ലാക്കോപ്രോൺ വർക്ക് ചെയ്യിക്കണമെങ്കിൽ അപ്പോഴും നമ്മുടെ റെപ്രസർ എന്ത് ചെയ്യുന്നുണ്ട്, റെപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന ലാക്ടോസിൻ്റെ മോളിക്യൂൾ, ദാറ്റ് ഇസ് allolactose അല്ലേ, allolactose വിൽ കം ആൻഡ് ബൈൻഡ് വിത്ത് റെപ്രസർ മോളിക്യൂൾ. അപ്പോൾ റെപ്രസർ മോളിക്യൂളിന് കൂടെ allolactose ബൈൻഡ് ചെയ്യുകയും ആ റെപ്രസറിൻ്റെ കൺഫോർമേഷണൽ ചേഞ്ച് വരുത്തുകയും ചെയ്യും, സ്ട്രക്ചർ മാറ്റുന്നു. അപ്പോൾ ഈ സ്ട്രക്ചർ മാറിക്കഴിയുമ്പോൾ റെപ്രസറിനെ എവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്പറേറ്റർ ഫ്രീ ആയിരിക്കും, നമ്മുടെ RNA പോളിമറേസ് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുകയും സ്ട്രക്ചറൽ ജീൻസിലേക്ക് കടക്കുകയും അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടത്തുകയും ചെയ്യും. ക്ലിയർ ആയോ? സോ സെക്കൻഡ് മെക്കാനിസം ഫോർ ദ കൺട്രോൾ ഓഫ് ലാക്കോപ്രോൺ, അതാണ് CRP ക്യാപ്പ് അല്ലെങ്കിൽ ക്യാപ്പ് ക്യാമ്പ് കോംപ്ലക്സ് ഫോർമേഷൻ. സോ നമ്മുടെ മീഡിയത്തിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ, അതായത് ഇപ്പോൾ ഈ കോളൈ സെല്ലിൻ്റെ കേസിലാണ് നമ്മൾ ഓപ്രോൺ പറയുന്നത് അല്ലേ, ഓപ്രോണൊക്കെ പ്രൊക്കാരിയോട്സിലാണുള്ളത്. അപ്പോൾ ലാക്കോപ്രോൺ നമ്മൾ ഈ കോളയിൽ പറഞ്ഞപ്പോൾ ഈ കോളൈ സെല്ലിൻ്റെ ഉള്ളിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ CAMP ലെവൽ കുറയും, അതായത് സൈക്ലിക് AMPയുടെ ലെവൽ കുറയും. അത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ CAMP ലെവൽ കുറയും, CAMP ലെവൽ കുറയുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും, അങ്ങനെയാണ് വരും. അതായത് സെല്ലിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ CAMP ലെവൽ ഓട്ടോമാറ്റിക്കലി കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു ഡയഗ്രാം കണ്ടു, അവിടെ റെപ്രസർ, പ്രൊമോട്ടർ, ഓപ്പറേറ്റർ, പിന്നെ ലാക്സെറ്റ് ബൈ A ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. സോ ഇവിടെ നമുക്ക് ഈ പ്രൊമോട്ടറിൻ്റെയും റെപ്രസറിൻ്റെയും ഇടയിലായിട്ട് ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൻ്റെ പേരാണ് ക്യാപ്സൈറ്റ്. എന്താ സൈറ്റിൻ്റെ പേര്? ക്യാപ്സൈറ്റ്. ക്ലിയർ? അപ്പോൾ ഈ ക്യാപ്സൈറ്റിൽ നമുക്ക് ക്യാപ്പ് പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റാണ്. അതായത് ഹൈ ലെവൽ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ദ ലാക്കോപ്രോൺ റിക്വയർസ് ദ പ്രസൻസ് ഓഫ് സ്പെസിഫിക് ആക്ടിവേറ്റർ പ്രോട്ടീൻ കോൾഡ് കാറ്റബോളൈറ്റ് ആക്ടിവേറ്റർ പ്രോട്ടീൻ. അതായത് ഇപ്പോൾ നമ്മുടെ RNA ബൈൻഡ് ചെയ്തിട്ട് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്തിട്ട് ഓപ്പറേറ്റർ വഴി അങ്ങനെ സെറ്റ് ബൈ A അങ്ങനെ മൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, പക്ഷേ ആ ലെവൽ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതിൻ്റെ സ്പീഡ് ഹൈ ലെവലിലാക്കാൻ, ക്വാണ്ടിറ്റി നമുക്ക് ഹൈ ലെവലിലാക്കാൻ വേണ്ടിയിട്ട് വരുന്ന പ്രോട്ടീനാണ് CAP പ്രോട്ടീൻ. എന്താണ് പേര്? കാറ്റബോളൈറ്റ് ആക്ടിവേറ്റർ പ്രോട്ടീൻ. ആ കാറ്റബോളൈറ്റ് ആക്ടിവേറ്റർ പ്രോട്ടീന് ബൈൻഡ് ചെയ്യേണ്ട സൈറ്റാണ് ക്യാപ്സൈറ്റ്. അതെവിടെയുള്ളത്? പ്രൊമോട്ടറിന് തൊട്ട് മുമ്പ്, തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ. അപ്പോൾ ഈ പ്രൊമോട്ടറിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ക്യാപ്സൈറ്റ് അല്ലേ, അവിടെ ആര് ബൈൻഡ് ചെയ്യണം? കാറ്റബോളൈറ്റ് ആക്ടിവേറ്റർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യണം. അതിൻ്റെ വേറൊരു പേരാണ് CRP. എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് CAMP റിസപ്റ്റർ പ്രോട്ടീൻ, CRP. അപ്പോൾ ഈ ക്യാപ്പ് എന്ന് പറയുന്ന പ്രോട്ടീൻ എവിടെ വേണം? ക്യാപ്സൈറ്റിൽ ബൈൻഡ് ചെയ്യണം.
ഓക്കെ, സോ ഈ പ്രോട്ടീൻ തനിയെ ബൈൻഡ് ചെയ്യൂല. എപ്പോഴാണ് ബൈൻഡ് ചെയ്യുക? CAP ഷുഡ് ബി ബൈൻഡ് വിത്ത് CAMP. അപ്പോഴാണ് ഇറ്റ് ക്യാൻ ആക്റ്റീവ്ലി ബൈൻഡ് വിത്ത് ക്യാപ്സൈറ്റ്. അപ്പോൾ ദിസ് പ്രോട്ടീൻ വിച്ച് ഈസ് എ ഡൈമർ കനോട്ട് ബൈൻഡ് ടു DNA അൺലെസ് ഇറ്റ് ഈസ് കോംപ്ലക്സ്ഡ് വിത്ത് സൈക്ലിക് AMP ഓർ CAMP. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ക്യാപ്സൈറ്റിലേക്ക് ഈ CRP പ്രോട്ടീൻ അല്ലെങ്കിൽ ക്യാപ് പ്രോട്ടീന് ബൈൻഡ് ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അത് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അത് ഡൈമർ ആവണം. ഏതായിട്ട് ബൈൻഡ് ചെയ്യണം? അത് ഈ ക്യാപ് പ്രോട്ടീൻ ഷുഡ് ബൈൻഡ് വിത്ത് CAMP. ആ CAMPയും കൂടെ ബൈൻഡ് ചെയ്താലാണ് അതിനെവിടെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റുക? ക്യാപ്സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ the CRP-CAMP complex bind with the lag promoter just upstream from the binding site of RNA polymerase, that is capsite, and it increases the binding of RNA polymerase and so it stimulates the transcription of the lac-operon. അങ്ങനെ ഈ ക്യാപ്പും ക്യാമ്പും കൂടിയ കോംപ്ലക്സ് ബൈൻഡ്. അപ്പം ഈ ക്യാമ്പ് കോംപ്ലക്സ് ക്യാപ്സൈറ്റിൽ ബൈൻഡ് ചെയ്താൽ RNA പോളിമറൈസ് ഹൈ സ്പീഡിൽ അല്ലെങ്കിൽ RNA പോളിമറൈസിൻ്റെ അഫിനിറ്റി ടുവേർഡ്സ് ദ പ്രൊമോട്ടർ വിൽ ഇൻക്രീസ് ആൻഡ് ഹൈ ലെവലിൽ അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൈ ലെവൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്യാമ്പ് കോംപ്ലക്സ്. അത് ഈ ക്യാപ്സൈറ്റിൽ ബൈൻഡ് ചെയ്താൽ RNA പോളിമറൈസിൻ്റെ ആക്ടിവിറ്റീനെ ഇൻക്രീസ് ചെയ്യും, കൂട്ടും. ഓക്കെ, സോ ഇറ്റ് ഇൻക്രീസസ് ദ ബൈൻഡിങ് ഓഫ് RNA പോളിമറൈസ് ആൻഡ് ഓൾസോ സ്റ്റിമുലേറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ ലാകോപെറോൺ. വെദർ അപ്പോൾ നമ്മുടെ ഈ പ്രോട്ടീൻ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുമ്പോൾ CAMP ലെവൽ കുറയും, ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുമ്പോൾ CAMP ലെവൽ കൂടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് മീഡിയത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ലാക്ടോസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്ലൂക്കോസ് ഉള്ള സമയത്ത് CAMP ലെവൽ കുറയും. CAMP ലെവൽ കുറഞ്ഞാൽ ക്യാമ്പ് കോംപ്ലക്സ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ റേറ്റ് കുറയും. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ മീഡിയത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്താണ്? കുറയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം CAMP ലെവൽ കൂടുന്നു സെല്ലിൽ. അങ്ങനെ CAMP ലെവൽ കൂടിക്കഴിഞ്ഞാൽ ആ CAMP വിൽ കം ആൻഡ് ബൈൻഡ് വിത്ത് ദ ക്യാപ് പ്രോട്ടീൻ അല്ലേ? അപ്പോൾ ക്യാമ്പ് കോംപ്ലക്സ് ഉണ്ടാവുമല്ലോ നല്ലോണം. ആ ക്യാമ്പ് കോംപ്ലക്സ് എവിടെ പോയി ബൈൻഡ് ചെയ്യും? ക്യാപ്സൈറ്റിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ RNAക്ക് വന്നിട്ട് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈ ലെവൽ ട്രാൻസ്ക്രിപ്ഷൻ നടത്താനും പറ്റും. കാരണം നമ്മുടെ മീഡിയത്തിൽ ഗ്ലൂക്കോസ് ഇല്ല, സോ ലാക്ടോസ് എടുത്തേ പറ്റൂ. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇത് സെക്കൻഡ് മെക്കാനിസമാണ് നമ്മുടെ ലാകോപെറോണിൻ്റെ കൺട്രോൾ. ഓക്കെ.